സർ, വളാഞ്ചേരി ഭാഗത്ത് സർവീസ് റോഡ് പൂർത്തീകരണമാണ് ബഹുമാന്യനായ ഡോക്ടർ കെ.ടി. ജലീൽ ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചതും അവിടുത്തെ MLA ആയ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. സർ, ഇത് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. ദേശീയപാതയുടെ ഇരുഭാഗത്തും കിലോമീറ്റർ 300+520 സർവീസ് റോഡുകൾ അവസാനിക്കുന്ന വിഷയമടക്കം സബ്മിഷൻ്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വിലയിരുത്തി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ കിലോമീറ്റർ 300+520 സർവീസ് റോഡുകൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് ദേശീയപാത അതോറിറ്റി നൽകിയ മറുപടി. ഈ ഭാഗത്ത് സർവീസ് റോഡ് അവസാനിച്ച ശേഷം 21 മീറ്ററോളം ഉയരമുള്ള ഭൂപ്രകൃതിയാണുള്ളത്. ഈ ഭാഗത്ത് സുരക്ഷയ്ക്ക് സോയിൽ നെയിലിംഗ് നടപ്പാക്കിയിട്ടുണ്ട്. അധിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് 2 ബേം സോയിൽ നെയിലിംഗ് ഡിസൈനാണ് ഈ ഭാഗത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഇവിടെ സർവീസ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് നിലവിലെ സോയിൽ നെയിലിംഗ് തകരാറിലാക്കാനും മണ്ണൊലിപ്പുണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. സമീപത്ത് 110 kV ഹൈടെൻഷൻ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് സർവീസ് റോഡ് നിർമ്മാണം കൂടുതൽ ദുഷ്കരമാക്കും. അതിനാൽ ദേശീയപാതയുടെ ഇടതുഭാഗത്ത് ചെയിനേജ് 300+520 മുതലുള്ള ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മാണം സാങ്കേതികമായി സാധ്യമല്ല എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കുവാനും സാധ്യമായ നടപടികൾ സ്വീകരിക്കുവാനും സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ദേശീയപാത അതോറിറ്റിയുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. ഇത് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയെ നിർദ്ദേശിക്കാം. സർ, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദേശീയപാത 66 മലപ്പുറം 2 റീച്ചുകൾ 78 കിലോമീറ്റർ പ്രവൃത്തിയാണ്. മലപ്പുറത്തിൻ്റെ തെക്കേ അറ്റം തൃശ്ശൂർ ജില്ലയുടെ ഭാഗത്തു നിന്ന് വടക്കേ അറ്റം കോഴിക്കോട് ജില്ലയുടെ ഭാഗം വരെ എത്തണമെങ്കിൽ നേരത്തെ 3-3.5 മണിക്കൂർ വേണ്ടിയിരുന്നു സാർ. ഇപ്പോൾ 3/4 മണിക്കൂർ കൊണ്ട് ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് ആ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനായി. അത് എല്ലാവരും യോജിച്ച് നടത്തിയ ഇടപെടലാണ്. സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി 700 കോടിയിലധികം രൂപ ചെലവഴിച്ച കാര്യവും ഈ സഭയെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.